ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നാട്ടിൽ ഇന്നൊരു അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ കൊഞ്ച്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, സവാളയും ചെറിയുള്ളിയും അരിഞ്ഞത്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കറിവേപ്പില, ഇതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ പാത്രം അടുപ്പിലോട്ട് വെച്ചു. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പോൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ പാത്രം വെച്ചു. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ കടുക് പൊട്ടിച്ചു. അതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒരു പച്ചപ്പ് മാറിക്കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മളെ സവാളയും ചെറിയുള്ളി അരിഞ്ഞത്, അല്പം ഉപ്പും ഇട്ട് അടച്ചു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. അതിനകത്തോട്ട് ഞാൻ പിന്നെ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിപ്പൂവില്ലേ, ഉള്ളിപ്പൂവിൻ്റെ തണ്ട് അരിഞ്ഞതാണ് കേട്ടോ. അങ്ങനെ അതും കൂടി ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വേറെ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും. പിന്നെ കറിവേപ്പില ആവശ്യാനുസരണം ഇട്ട് കൊടുത്ത് അതും രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ കൊഞ്ച് പൊടികളെല്ലാം ചേർത്തൊന്ന് മസാല തേച്ച് വെക്കാം. ഒരു 10-15 മിനിറ്റ് വെച്ചിരുന്ന അത്രയും നല്ലത്. അതിനുശേഷം നമ്മൾ ഈ കൊഞ്ച് ഇതിനകത്തോട്ട് തട്ടിയിട്ട് ആ ഒരു ആവിയിലിരുന്ന് ആ കൊഞ്ചും കൂടി പകുതി വേവാവുന്നിടം വരെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇരുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം അതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുത്ത് നല്ലതായിട്ട് ആ പൊടികളുടെ പച്ചപ്പ് മാറുന്നിടം വരെ നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നിട്ട് അല്പം വെള്ളം നമ്മൾ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഈ പച്ചവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റായിട്ട് മാറും. അപ്പോൾ തിളച്ച വെള്ളം തന്നെ കുറച്ചൊഴിച്ച് ഗ്രേവി ആവശ്യമുള്ളവർക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ നമ്മുടെ കൊഞ്ച് വെന്തോന്നും കൂടെ ഒന്ന് ഇടയ്ക്കൊന്ന് നോക്കണേ. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റായി എടുക്കുമ്പോഴേക്കും നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് റോസ്റ്റ് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുത്തപ്പോഴേക്കും റെഡിയായി. പിന്നെ നമ്മളെ വീട്ടിൽ കപ്പ പുഴുങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കൂട്ടി ഞങ്ങൾ കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ടാറ്റാ, സീ യു, ബൈ.